ഇന്ന് നമുക്ക് മൈദാൻ്റെ കേക്കോ ആട്ടൻ്റെ കേക്കോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഒരു റവ കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് നല്ലപോലെ തുടച്ചെടുത്തൊരു ജാർ എടുക്കാം കേട്ടോ. അതിലേക്ക് 3/4 കപ്പ് റവയും 2 മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും പിന്നെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി നോക്കണേ. ഇനി ഞാൻ നേരത്തെ മൈദ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നുള്ളു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് വേണം കേട്ടോ തരിക്കാൻ. എന്നിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബട്ടർ പേപ്പർ വെച്ച് പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കാഷ്നട്ട് കൂടി ഞാൻ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് അരമണിക്കൂർ ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അരമണിക്കൂറായപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ സൈഡൊക്കെ വിട്ടിട്ടുണ്ടേ. പിന്നെ ഞാൻ സ്റ്റിക്കോടൊന്നും കുത്തി വെക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ചൂടോടെ എടുത്തിട്ട് ഒരു ബോഡി വെച്ച് തട്ടി കൊടുത്തിട്ടോ. ചൂടോടെ തന്നെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടോ. ചൂടാറിയിട്ട് എടുത്താൽ മതിയേ. കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടണമെങ്കിൽ ചെറിയ പാത്രത്തിൽ ബേക്ക് ചെയ്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിൽ ക്രീമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കേക്കാട്ടത്.